ഇന്ന് വരെ പരീക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും ശക്തമായ ആണവായുധമാണ് സാർ ബോംബ. സാർ ബോംബ് എന്നാൽ റഷ്യൻ ഭാഷയിൽ ബോംബുകളുടെ രാജാവ്, കിങ് ഓഫ് ബോംബ്സ് എന്നാണ് അർത്ഥം. RDS 220 എന്ന കോഡ് നാമമുള്ള സാർ ബോംബ ബിഗ് ഇവാൻ എന്നും അറിയപ്പെടുന്നു. 1961 ഒക്ടോബർ 30 സോവിയറ്റ് യൂണിയനാണ് ഈ തെർമോ ന്യൂക്ലിയർ ബോംബ് പരീക്ഷിച്ചത്. 1961 ഒക്ടോബർ 30 ആർട്ടിക് സമുദ്രത്തിലെ നോവാ സെംലിയ ദ്വീപിൽ നടന്ന പരീക്ഷണ സ്ഫോടനത്തിന് ശേഷമാണ് ആ ഹൈഡ്രജൻ ന്യൂക്ലിയർ ബോംബ് ലോകശ്രദ്ധ നേടിയത്. ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ മനുഷ്യനിർമ്മിത സ്ഫോടനമായിരുന്നു അത്. അമേരിക്കയ്ക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിക്കാൻ 7 വർഷം നീണ്ട പരിശ്രമത്തെ തുടർന്നാണ് സാർ ബോംബെന്ന് പടിഞ്ഞാറൻ ലോകം വിശേഷിപ്പിച്ച ഇവാൻ എന്ന ബോംബ് സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചത്. ഏകദേശം 27 ടൺ ഭാരവും 8 മീറ്റർ നീളവും 2 മീറ്റർ വ്യാസവുമുള്ള ഒരു ബോംബായിരുന്നു അത്. പരീക്ഷിക്കുന്നതിനായി ശാസ്ത്രജ്ഞർ അതിനെ ഒരു Tu-95V ബോംബറിൽ കയറ്റി. ബോംബ് സാവധാനം വീഴാൻ അനുവദിക്കുന്ന ഒരു പാരച്യൂട്ട് അതിൽ സജ്ജീകരിച്ചു. വിമാന പൈലറ്റുമാർക്ക് സുരക്ഷിതമായ ദൂരത്തേക്ക് പറക്കാൻ മതിയായ സമയം നൽകി. ആൻഡ്രി ഡർനോസെവായിരുന്നു പൈലറ്റ്. വിമാനത്തിനൊപ്പം ബോംബ് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ അളക്കാനായി ഒരു നിരീക്ഷണ വിമാനവും ഉണ്ടായിരുന്നു. 50 മെഗാ ടൺ TNT സ്ഫോടന ശേഷി ഉണ്ടായിരുന്നു ഈ ഭീമൻ ബോംബിന്. ജപ്പാനിലെ ഹിരോഷിമയിൽ പതിച്ച അണുബോംബിനേക്കാൾ 3333 മടങ്ങ് ശക്തിയുള്ളതാണ് ഈ ബോംബെന്ന് pledgetime.com റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയുടെ ആണവ വ്യവസായത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ വീഡിയോ പുറത്തു വിട്ടിരുന്നതെന്നത് ശ്രദ്ധേയമാണ്. സോവിയറ്റ് യൂണിയൻ്റെ ആണവശക്തി അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ക്രൂഷ്ചേവ് തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു സാർ ബോംബ എന്ന് പേര് വിളിച്ച AN-602 ഹൈഡ്രജൻ ബോംബ്. 8 മീറ്റർ നീളവും 2 മീറ്റർ വ്യാസവുമുള്ള ബോംബിൻ്റെ ഭാരം 27 ടണ്ണായിരുന്നു. ഉത്തര ധ്രുവ മേഖലയിലെ മിറ്റ്യൂഷിഖ ഉൾക്കടലിലാണ് ബോംബ് പരീക്ഷിച്ചത്. 10.5 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ബോംബ് വർഷിച്ചത്. 1000 കിലോമീറ്റർ അകലെ നിന്ന് സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ജ്വാല ദൃശ്യമായിരുന്നു. സ്ഫോടനത്തെ തുടർന്നുണ്ടായ കുമിൾ മേഘം, മഷ്റൂം ക്ലൗഡ്, 64 കിലോമീറ്റർ ഉയരത്തിലേക്ക് വ്യാപിച്ചു. മേഘത്തിൻ്റെ വ്യാസം 95 കിലോമീറ്റർ ആയിരുന്നു. ആർട്ടിക് സമുദ്രത്തിലാണ് സോവിയറ്റ് യൂണിയൻ ഈ ആണവ പരീക്ഷണം നടത്തിയത്. പൊട്ടിത്തെറിയുടെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ അകലെയുണ്ടായിരുന്ന സെവേർണി എന്ന ഗ്രാമം പൂർണ്ണമായും നശിച്ചു. സ്ഫോടന കേന്ദ്രത്തിൻ്റെ, അതായത് ഗ്രൗണ്ട് സീറോയുടെ 55 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ നിർമ്മിതികളും തകർന്ന് തരിപ്പണമായി. 100 കണക്കിന് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ മരപ്പണികളും നാമാവിശേഷമായി. 1 മണിക്കൂർ സമയം റേഡിയോ സിഗ്നലുകൾ തടസ്സപ്പെട്ടു. ഗ്രൗണ്ട് സീറോയിൽ നിന്ന് 100 കിലോമീറ്റർ ചുറ്റളവിൽ താപനിലയിൽ 3 ഡിഗ്രി സെൽഷ്യസ് വർധനവുണ്ടായി. 700 കിലോമീറ്റർ അകലെ വരെ ആഘാത തരംഗങ്ങളെത്തി. 900 കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങളിലെ ജനൽ ചില്ലുകൾ തകർന്നു. നോർവേയിലും ഫിൻലൻഡിലും വരെ സ്ഫടികപാത്രങ്ങളും ജനൽപ്പാളികളും തകർന്നുപോയി. അന്നത്തെ പരീക്ഷണത്തെ തുടർന്ന് നോർവേയിലെയും ഫിൻലൻഡിലെയും കെട്ടിടങ്ങളുടെ ജനാലകൾ പോലും തകർന്നു. ഈ സ്ഫോടനത്തിൻ്റെ തരംഗങ്ങൾ 3 ആവർത്തി ഭൂമിയെ ചുറ്റി വരിക പോലും ചെയ്തു. 6 ദശകത്തോളമായി ഈ ബോംബിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ റഷ്യ പുറത്തുവിടാതെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. സാർ ബോംബ ഡൽഹി നഗരത്തിന് മുകളിലാണ് പ്രയോഗിക്കപ്പെടുന്നതെങ്കിൽ നിമിഷങ്ങൾക്കകം നഗരം വെറും ഒരു ചാരക്കൂനയായി തീരും. മനുഷ്യരും മൃഗങ്ങളും ജന്തുജാലങ്ങളും നിന്ന നിൽപ്പിൽ ഭസ്മമായി തീരും. കെട്ടിടങ്ങളോ നിർമ്മിതികളോ ഒന്നും തന്നെ ശേഷിക്കുകയില്ല. ഇതിൻ്റെ റേഡിയോ വികിരണങ്ങൾ പാകിസ്ഥാനിലുമെത്തും. സ്ഫോടന ഫലമായി ഉണ്ടായ ഭൂകമ്പത്തിൻ്റെ പ്രഹരശേഷി 5.25 ആണെന്നാണ് സീസ്മിക് കൗണ്ടറിൽ രേഖപ്പെടുത്തിയത്. ഇത്രയും മാരകമായ ആണവായുധം അതിനുശേഷം സോവിയറ്റ് യൂണിയനോ മറ്റേതെങ്കിലും രാജ്യമോ നിർമ്മിച്ചിട്ടില്ല. അമേരിക്കയ്ക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിക്കാൻ 7 വർഷം നീണ്ട പരിശ്രമത്തെ തുടർന്നാണ് സാർ ബോംബെന്ന് പടിഞ്ഞാറൻ ലോകം വിശേഷിപ്പിച്ച ഇവാൻ എന്ന ബോംബ് സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചത്. അമേരിക്ക തെർമോ ന്യൂക്ലിയർ ബോംബ് പരീക്ഷിച്ചതിന് ബദലായി ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച അണുബോംബാണ് ഇവാൻ. 1954 അമേരിക്ക 15 മെഗാ ടൺ ശേഷിയുള്ള കാസ്റ്റൽ ബ്രാവോ എന്ന ബോംബ് മാർഷൽ ഐലൻഡിൽ പരീക്ഷിച്ചത്.
1945 ശേഷം ഇതുവരെ ലോകത്ത് 2475 ആണവ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അന്നത്തെ അവസ്ഥയേക്കാൾ ശേഷിയുടെ കാര്യത്തിൽ വളരെയേറെ ആണവായുധങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. നടത്തപ്പെട്ട പരീക്ഷണങ്ങളിൽ 85%വും 2 രാജ്യങ്ങളാണെന്നതാണ് മറ്റൊരു വിചിത്ര വസ്തുത. അമേരിക്ക ഇതുവരെ 1132 ബോംബുകളും സോവിയറ്റ് യൂണിയൻ 981 ബോംബുകളും പരീക്ഷിച്ചു. സാർ ബോംബിൻ്റെ ഇരട്ടി ശേഷിയുള്ള ആണവ ബോംബ് നിർമ്മിക്കാൻ പദ്ധതിയുള്ളതായി ഒരിടയ്ക്ക് സോവിയറ്റ് യൂണിയൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ആണവ ബോംബ് സോവിയറ്റ് റഷ്യ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ഈ ബോംബ് റഷ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് പരീക്ഷിച്ചാൽ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ല. അത്രയും പ്രഹരശേഷിയുള്ളതാണ് സാർ ബോംബ X2. 100 മെഗാടൺ ശേഷിയുള്ള ഈ ബോംബ് പൊട്ടുന്നത് 6666 ഹിരോഷിമ ബോംബുകൾ പൊട്ടുന്നതിന് തുല്യമായിരിക്കും.